ഹലോ. അപ്പോൾ നമുക്ക് ചായ തിളക്കുമ്പോഴത്തേക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് കടലമാവ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കായപ്പൊടി, സവാള, പച്ചമുളക്, കറിവേപ്പില. പൊടികളെല്ലാം ആദ്യം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെയാണുള്ളത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അതായത് ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ടോട്ടലി ഒഴിച്ചിട്ടുണ്ടാവും. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ മുറിച്ചെടുക്കണം. സവാള നല്ല നേരിയ പീസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് ഞെരടാം ഇതെല്ലാം കൂടി. ഈ സവാളേൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണം. അങ്ങനെ നമ്മൾ ഞെരടിയെടുക്കണം. ഇനി റെഡിയാക്കി വെച്ച മാവിലേക്ക് ഈ സവാളയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഈ സവോളയും കടലമാവിൻ്റെ ആ മിക്സ്ചറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോൾ കുറച്ചൊരു നനവ് കൂടുതൽ ഉള്ള പോലെയുണ്ട്. അപ്പം ഇങ്ങനെ നനവ് കൂടുതലുണ്ടാകുമ്പോൾ തീരെ മാവ് അതിൽ പറ്റാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർക്കുകയാണ്. ഇനി ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഉള്ളിവട റെഡിയാവും. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ചായ റെഡി ആകുമ്പോഴത്തേക്ക് ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.